വസകാ, അവന് സകാത്തുണ്ട്, അവന് സ്വലാത്തുണ്ട്, അവന് സിയാമുണ്ട്, നോമ്പുണ്ട്. നമ്മെ പോലത്തെ ആളുകളൊക്കെ കൊണ്ടുവരും, ഇതൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ. എന്നിട്ടോ അവന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിചാരണക്കെടുക്കും. അവന്റെ കുറച്ച് എതിരാളികളെ കൊണ്ടുവരും. വഖദ് ശതമഹാദാ, അവൻ ഇന്നയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഔ അകല മാലഹാദാ, ഇന്നയാളുടെ ധനം കഴിച്ചിട്ടുണ്ട്. ഇന്നയാളെ അവൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നയാളെ കുറിച്ച് അവൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ബേജാറാവേണ്ടത്. അല്ലാഹു തആല ആ ഒരു ബേജാറ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. കാരണം ഇതല്ലാതെ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇടയിൽ നിന്ന് പടച്ച തമ്പുരാൻ ആ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ, ആ മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ഇവർക്ക് കൊടുക്കും. ചീത്ത പറഞ്ഞോൻ ഇവന്റെ നിസ്കാരം കൊടുക്കും, ഗീബത്ത് പറഞ്ഞോൻ ഇവന്റെ നോമ്പ് കൊടുക്കും, അപ്രകാരം ഇവൻ ധനമപകരിച്ചവൻ ഇവന്റെ സ്വതക കൊടുക്കും. എല്ലാം കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോ നമ്മൾ വല്ലാതെ പേടിക്കേണ്ടവരാണ്. നമ്മൾ വിചാരിക്കും ഞാൻ ആരാ കാശാതുന്നത്, അന്യന്റേത്. അത് അതിർത്തി തോണ്ടിയിട്ടാണെങ്കിലും, അത് സഹോദരിയുടേതാണെങ്കിലും, അത് സഹോദരന്റേതാണെങ്കിലും, അത് സ്വത്ത് പരസ്പരം വീതം വെക്കുകയാണെങ്കിലും നമ്മൾ വല്ലാതെ അല്ലാഹുവിനെ പേടിക്കേണ്ടവരാണ്. കാരണം മഹ്ശറിൽ വെച്ച് തന്നെ 7 ഭൂമികൾ ഇവൻ എന്താണോ കൈവശപ്പെടുത്തിയത്, ആ ഭൂമി മുഴുവൻ അവന്റെ കഴുത്തിൽ അല്ലാഹു തആല ഒരു മാലയായി അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. മുഅ്മിനെ, റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ ഇവന്റെ സൽക്കർമ്മങ്ങൾ അവർക്ക് കൊടുക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ സൽക്കർമ്മങ്ങൾ തീർന്നു പോയാലോ, ഉഖിദ മിൻ ഖത്വായാഹും ഫതുരിഹത് അലൈഹി, പിന്നെ ഇനി അവരുടെ വല്ല കുറ്റവും ഉണ്ടെങ്കിൽ അത് ഇവനങ്ങ് കൊടുക്കും. അവന്റെ നിസ്കാരം, നോമ്പ് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. എന്നിട്ടോ ഫതുരിഹത് ഇലന്നാർ, അങ്ങനെ അവൻ നരകത്തിലേക്ക് ചെന്ന് നരകത്തിലേക്ക് ആപതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇത് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയില്ല മുഅ്മിനെ, ഇത് പറയാൻ കഴിയില്ല. റസൂലുള്ള ബോധം കെടുന്ന്. ഹബീബായ നബി ആരാണ്? സ്വർഗം താക്കോല് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നയാളാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിക്കുമ്പോ, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാൻ, അന്ത ഉമിർത്ത, നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാമല്ലോ എന്ന് അള്ളാഹുവിന്റെ മലക്ക് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നരകത്തെ കുറിച്ച് പറഞ്ഞാൽ സദസ്സ് മുഴുവൻ കരഞ്ഞു പോകും. റസൂലുള്ള കരയുമെന്ന് മാത്രമല്ല, റസൂലുള്ള പലപ്പോഴും ബോധരഹിതനായി വീഴും. നമുക്കത് സാധ്യമാവണം. നമ്മൾ ബോധം കെട്ടില്ലെങ്കിലും ജീവിതത്തിൽ പലതവണയെങ്കിലും ഒന്ന് കണ്ണീരൊഴുക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ കടക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സ് നിറഞ്ഞാൽ, ആരുടെയെങ്കിലും കണ്ണൊഴുകിയാൽ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യലിജുന്നാർ മൻ ബകാ മിൻ ഖശിയത്തിന്നാർ, അല്ലെങ്കിൽ മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ, ആരെങ്കിലും കരഞ്ഞാൽ അവരെ പിന്നെ നരകം സ്പർശിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയാണ്, റസൂലുള്ളാഹി പലപ്പോഴും നരകത്തെക്കുറിച്ച് പറയുന്നത് കാണുമ്പോ, ഹത്താ തറഹംനാ അലൈഹി, നബിയോട് ഞങ്ങൾക്ക് കാരുണ്യം തോന്നാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ കരയേണ്ടി വന്നത്. ഇത് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഹബീബ് ബോധം കെട്ട് വീഴേണ്ടി വന്നത്. ഒരു ദിവസം റസൂലുള്ളാഹി നരകത്തെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞവിടുന്ന് പറഞ്ഞു, ആ 1000 കൊല്ലം നരകം കത്തിച്ചു. അത് ചുവന്നതും കറുത്തതും വെളുത്തതും ഒക്കെ പറഞ്ഞു. നരകത്തിന്റെ ഭീകരത മുത്ത് നബിയുടെ ആ നാവിൽ നിന്നിങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്നതാ ഫഇദാഹു റജുലുൻ മിനൽ ഹബശ, അബ്സീനിയക്കാരനായ ഒരു മനുഷ്യൻ ഫഖ്തഫ ബിൽ ബുകാ, അങ്ങ് അട്ടഹസിച്ചങ്ങ് കരഞ്ഞു, അങ്ങ് ബോധം കെട്ടു വീണു. എല്ലാവരും കൂടി, എല്ലാവർക്കും ഭയങ്കര സങ്കടം. കാരണം
നബി പറഞ്ഞപ്പോഴേക്ക് ബോധം കെട്ട് വീണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബോധം തെളിയാൻ കാത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുക്കലേക്കതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്. ആരാ നബിയെ അങ്ങയുടെ അടുക്കൽ ഇങ്ങനെ കരഞ്ഞു പോയ ആൾ? ആരാണങ്ങനെ കരഞ്ഞയാൾ? അവിടുന്ന് പറഞ്ഞു, റജുലും മിനൽ ഹബശ ഫമദഹു, അതിന്നാലിന്നെ എത്യോപ്യക്കാരനായ മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ ഞാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് വരികയാണ്. അങ്ങയോടൊരു കാര്യം പറയാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി, എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, അർശിന് മുകളിലുള്ള എന്റെ പ്രതാപമാണ്. മാ ബഖത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് നരകത്തെ പേടിച്ചുകൊണ്ടൊന്ന് കരഞ്ഞു പോയാൽ എന്താ ഉണ്ടാവുക? ഇല്ലാ അക്സർതു ലഹികഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിക്കാനുള്ള, സ്വർഗ്ഗത്തിൽ വെച്ച് അവന് ചിരിയെ വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ഞാൻ നൽകുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലമാണ് സിറാത്ത് എന്നറിയപ്പെടുന്നത്, സിറാത്ത് പാലം. ഇതൊക്കെ പറയാൻ എവിടെ സമയം? ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി മുഅ്മിനെ? സിറാത്ത് എന്ന പാലത്തിലൂടെ നടക്കേണ്ടതിനെ കുറിച്ച് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. അത് മുടിയേക്കാൾ നൈസായിരിക്കും, മുടിയേക്കാൾ നിസാരമായിരിക്കും, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും. അതിന് മുകളിലൂടെ ചില ആളുകൾ കാറ്റെറിയുന്ന വേഗത്തിൽ പോകും, ചില ആളുകൾ മിന്നെറിയുന്നത് പോലെ പോകും, ചില ആളുകൾ കുതിരയുടെ മുകളിൽ പോകുന്നത് പോലെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുദ്രിബുസ് സിറാത്തു ബൈന ളഹ്റാനൈ ജഹന്നം. നരകത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് അല്ലാഹു തആല സിറാത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഫഅന അകൂനു അവ്വല മൻ യുജീസു ബി ഉമ്മതിഹി മിനർ റുസുൽ, മറ്റുള്ള നബിമാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് എന്റെ സമുദായവുമായിട്ട് ഞാനായിരിക്കും ആദ്യമായി ഈ മഹ്ശറിൽ നിന്ന് ഈ സിറാത്ത് പാലം വിട്ടുകടക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒന്ന് ഓർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ. ഇത് പറയാനും ഇത് ഓർത്ത് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഓർക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിഫലം അത് വേറെ ഒരു വിഷയമാണ്. ഒരു ഹദീസ് മാത്രം ഞാൻ പറയുകയാണ്. റസൂലുള്ള പറയുന്ന, ഇമാം ഗസാലി തന്റെ യഹ്യയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. യുഅ്താ ബിഹി യൗമൽ ഖിയാമ, കരഞ്ഞയാളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ടോ കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണല്ലോ. ഒരുപാട് ദോഷങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. ഫയുഅ്മറു ബിഹി ഇലന്നാർ, അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരികയാണ്. നരകത്തിലേക്ക് ആ മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോ അതാ ഫതതകല്ലമു ശഅറത്തും മിൻ ശഅറാത്തി ഐനൈ, അവന്റെ രണ്ട് കണ്ണിന്റെ രോമങ്ങളിൽ നിന്ന് ഒരു രോമം എഴുന്നേറ്റ് നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്, ഈമാനുള്ളവരോടാണ്. അല്ലാഹു നമുക്കിത് വിശ്വസിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രോമം അല്ലാഹുവിനെ വിളിക്കും, അല്ലാഹുവേ വറസൂലുക മുഹമ്മദുൻ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചോനെ നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹ് മൻ ബകാ മിൻ ഖശ്യത്തിന്നാർ ഹറമല്ലാഹു തിൽകൽ ഐന അനിന്നാർ, നരകത്തെ
പേടിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ, അല്ലാഹുവേ റബ്ബേ പടച്ചവനെ ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് നീ ഒഴിപ്പിച്ചു നിർത്തുമെന്ന് നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ ഇന്നി ബക്കൈതു മിൻ ഖശിയതിക, പടച്ചോനെ ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞാൻ നിന്നെ പേടിച്ച് കരഞ്ഞയാളാണ്, ഞാൻ നരകത്തെ പേടിച്ച് കരഞ്ഞയാളാണ് എന്നീ ഈ രോമം, കണ്ണിന്റെ രോമം അല്ലാഹുവിന്റെ മുമ്പിൽ വാദിക്കുമ്പോ ഫയഗ്ഫിറുല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യനങ്ങ് പുറത്തു കൊടുക്കും. പിന്നെയോ വയസ്തഖ്ലിസുഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുകയും ചെയ്യും. ബിബറക്കത്തി ശഅറത്തിൻ വാഹിദ, ഒരൊറ്റ രോമത്തിന്റെ അനുഗ്രഹം കൊണ്ട്. കാനത്ത് തബ്കി മിൻ ഖശിയത്തില്ലാഹി ഫിദ്ദുനിയ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ദുനിയാവിൽ വെച്ച് കരഞ്ഞത് കാരണം അല്ലാഹു സ്വർഗം നൽകുമെന്ന് മാത്രമല്ല, വയുനാദി ജിബ്രീൽ, ജിബ്രീൽ അവിടെ വെച്ച് വിളിച്ചു പറയുകയാണ്, നജാ ഫുലാനുൻ ബിശഅറത്തിൻ വാഹിദ, ഒരൊറ്റ മുടി കൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് വിളിച്ചു പറയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് നരകവാസികൾ. എല്ലാം കഴിഞ്ഞു. അൽ ജന്നത്തു അവിന്നാർ, സ്വർഗത്തിലേക്കുള്ളവരങ്ങോട്ട്, നരകത്തിലേക്കുള്ളവരങ്ങോട്ട്. അങ്ങനെ അങ്ങായി കഴിഞ്ഞാൽ പിന്നെ മരണമില്ലല്ലോ. മുഅ്മിനെ അവിടെ വെച്ച് അല്ലാഹു തആല മരണത്തിന്റെ പ്രതീകമായി ഒരാടിനെ കൊണ്ടുവരികയും സ്വർഗ നരകങ്ങൾക്കിടയിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ആ നരകത്തിന്റെയും ഇടയിൽ വെച്ച് അല്ലാഹു മരണത്തെ അങ്ങ് വധിച്ച് കളയും, അറുത്ത് കളയുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ നരകം കാണുകയാണ്. ഒന്ന് പേടിക്കാൻ എന്തു മാർഗം? ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകം കാണുന്നവരാണ്. ثم لترونها عين اليقين, തീർച്ചയായും നിങ്ങൾ ദൃഢമായ കാഴ്ച കാണുന്നവരാണ്. ദൃഢമായ കാഴ്ച, ഒരു സംശയവുമില്ലാത്ത കാഴ്ച, ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ എന്തെല്ലാമുണ്ട്? അവിടെ തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. എല്ലാ ശിക്ഷയും അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുകയല്ലേ. റസൂലുള്ള പറയുകയാണ്, ഇന്ന അദ്നാ അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയുള്ള ആൾ അതാരാ? എന്താ അയാളുടെ ശിക്ഷ? യന്തഇലു ബിനഅലൈനി മിന്നാർ, നരകത്തിലെ തീ കൊണ്ടുള്ള രണ്ട് ചെരുപ്പ് അയാൾക്ക് ധരിപ്പിക്കപ്പെടും എന്നാണ്. എന്നിട്ടോ അതുകൊണ്ട് രക്ഷയില്ല. യുഗ്ലാ ദിമാഗുഹു മിൻ ഹറാറ, ചൂട് കാരണം തലച്ചോറിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞത് നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബിനെ കുറിച്ചാണ് എന്ന്. ആരാ? റസൂലിന്റെ സംരക്ഷകനായി, താങ്ങായി, തണലായി, ഒരു പിതാവിനെ പോലെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ വേളയിലും പൊന്നുമകനെ പോലെ വളർത്തിയ അബൂ ത്വാലിബ്, മുസ്ലിമാകാൻ സൗഭാഗ്യമില്ലാതെ പോയ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനാണ് ഇത്ര ഈ ശിക്ഷ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ ജഅഫറിന്റെ ഉപ്പയായ റളിയല്ലാഹു അൻഹുമാ, ഇവരുടെയൊക്കെ പിതാവായ നബിയുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരനായ അബൂ ത്വാലിബിനാണ് ഈ ശിക്ഷ നൽകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം, വ്യാഖ്യാനങ്ങളിൽ കാണാം. നമ്മൾ ആ രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. ഇതൊക്കെ നമ്മോട് പറയുന്നതാ ഖുർആൻ. ഖുർആൻ നമ്മൾ ഓതേണ്ടതാണ്. ഇവിടുന്ന് ആരാ? എന്താ അവൻ്റെ ഒരു അഹങ്കാരം? നമ്മൾ ആരാന്ന് തീരെ അറിയാത്ത ആളുകൾ നമ്മൾ തന്നെയാണ്.
മറ്റുള്ളവരോട് നമ്മൾ പറയാറുള്ളത് തന്നെ ഞാൻ ആരാന്ന് നിനക്കറിയില്ല എന്നതാണ്. അങ്ങനെയുള്ള നമ്മളുണ്ടല്ലോ, ഇവിടെ വെച്ച് ചെയ്തതിന് മുഴുവൻ അവിടെ വെച്ച് കിട്ടുന്ന ഒന്ന് അല്ലാഹു പറയുകയാണ്, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്. അന്ന് കുറ്റവാളികളായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും നബിയേ. മുഖറനീന ഫിൽ അസ്ഫാദ്, അവർ ചങ്ങലകളിൽ കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയവരായിരിക്കും. പിന്നെയോ സറാബീലുഹും മിൻ ഖത്റാൻ, അവരുടെ വസ്ത്രം തീപ്പന്തങ്ങളായിരിക്കും. ഇവിടുന്നവർ വലിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഇട്ടവരായിരുന്നു. ഇവിടുന്നവർ ഔറത്ത് വെളിവാക്കി നിസ്കരിച്ചവരായിരുന്നു. ഇവിടുന്നവർ നിഷിദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകത്തിൽ നിന്നല്ല മഹ്ശറിൽ നിന്ന് തന്നെ അല്ലാഹു തആല നരകത്തിന്റെ വസ്ത്രം നൽകുമെന്നല്ലേ പറഞ്ഞത്. സറാബീലുഹും, അവരുടെ വസ്ത്രം മിൻ ഖത്റാൻ, അവർക്ക് തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രമാണ്. വതഗ്ശാ ഉജൂഹഹുമുന്നാർ, അവരുടെ മുഖമിങ്ങനെ തീ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നല്ല സംസ്കാരത്തിലേക്ക് കടന്നു വരണം. ഔറത്ത് മറക്കാൻ പഠിക്കണം. നിസ്കരിക്കുമ്പോ ഔറത്ത് വെളിവാകുന്നത് ശ്രദ്ധിക്കണം. അന്യന്റെ ഫാഷൻ നമ്മൾ സ്വീകരിക്കരുത്. ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരമോ ക്രിക്കറ്റ് താരമോ സിനിമാ താരമോ ഏതെങ്കിലും ആഭാസത്തിന്റെ വസ്ത്രം വരുമ്പോഴേക്ക് നമ്മൾ ധരിക്കരുത്, മക്കളെ ധരിപ്പിക്കരുത്, യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ വസ്ത്രം ധരിച്ചവൻ വരുമ്പോ നമ്മളതിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. നമ്മൾ പറയും നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ. അത് അത്തരം സംസ്കാരങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ എന്തു പറയാനാ? മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഇത്വലഅതു അലന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോ ഫറഅയ്തു അക്സറ അഹ്ലിഹാ മിനൻ നിസാ, ഞാൻ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. മൗരിലെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓർമ്മയിലുള്ള ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ, നരകവാസികളായി അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിന്റെ അവകാശികളാണ്. ലമ്മറഹുമ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലത്തവരില്ല, അവർ വരാനുള്ളവരാണ്. രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അക്രമികളായ ഭരണാധികാരികളാണ്. രണ്ടാമത്തെ വിഭാഗം വനിസാ, പെണ്ണുങ്ങളാണ്. പെരുന്നാളാവുമ്പോ ടെക്സ്റ്റൈൽസുകളിലേക്ക് പോകുമ്പോ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വസ്ത്രം എടുപ്പിച്ചു കൊടുക്കുമ്പോ ഔറത്ത് മറയ്ക്കാതെയുള്ള വസ്ത്രം നിങ്ങൾ എടുപ്പിച്ചു കൊടുക്കാൻ ധൈര്യപ്പെടുമ്പോ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർ വസ്ത്രം